എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവോടെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ചന്ദ്രമതി എന്ന ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറയാണ്, രേവതി സച്ചിക്ക് വേണ്ടി താലിയൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തു. അതെ, മോളും അതുപോലെ തന്നെ മോളുടെ വീട്ടിൽ പറഞ്ഞിട്ട് വലിയ താലിയും മാലയൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറയാ. ശ്രുതി ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് ശ്രുതി നേരെ മീരനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ മീരനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. രേവതിക്ക് വേണ്ടി സച്ചി താലി മേടിച്ചോണ്ട് വന്നു. പിന്നീട് അതൊക്കെ കണ്ട് ചന്ദ്രമതി തന്നോട് പറഞ്ഞ കാര്യങ്ങളല്ല ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ മീരയ്ക്ക് എന്ത് ചെയ്യണം അറിയത്തില്ല. ഒരു നിമിഷം മീര ഇങ്ങനെ ഒന്ന് അന്തം വിട്ടു. പിന്നീട് പൊട്ടിച്ചിരിക്കുകയാണ്. നീ എന്തിനു ചിരിക്കണമെന്ന് ചോദിക്കും. എങ്ങനെ ചിരിക്കാതിരിക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അതെ, താൻ കുഴിച്ച കുഴി താൻ തന്നെ എന്ന് പറയുന്ന കണക്ക് അവരുടെ വിചാരം നീ വലിയ കോടീശ്വരിയാന്ന. അതല്ല, അവർ പറഞ്ഞ എന്താണെന്നറിയോ, എന്റെ ചെറിയച്ഛനോട് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കിലോ കണക്കിന് സ്വർണം കൊണ്ടു തരത്തില്ലെന്ന്. അതെ അതെ, കിലോ കണക്കിന് കൊണ്ടു തരും. നിന്റെ ചെറിയച്ഛനായിട്ട് അഭിനയിച്ച ആൾക്ക് ഇറച്ചിപ്പെട്ടാന്ന് പണിയൊന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു, നല്ല കഥയായെന്ന് പറയണം. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്ത് ചെയ്യാനാ, ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറ, അല്ലാതെ ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടാനാന്ന് ചോദിക്കും. സത്യങ്ങൾ തുറന്നു പറയാനാ, പിന്നല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാന്ന് ചോദിക്കും. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, വേറെ സ്വർണ്ണമൊക്കെ മേടിച്ച് അണിയാൻ പറയണം. അതിന് പൈസ എവിടെ നിന്ന് എൻ്റെ ഉള്ളത് നിനക്കറിയല്ലോ, ബ്യൂട്ടി പാർലർ പോലും എൻ്റെ ഇല്ലാന്ന് പറയണം. ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും നിന്റെ അമ്മായിമ്മയുടെ കയ്യിലെടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ നീ സുതിയായിട്ട് വേറെ മാറിപ്പോയി താമസിക്കണം എന്ന് പറയാ. അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമില്ല മീരെ, ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുവാന്ന് പറയണ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ ശ്രുതിയെ കാണാനായിട്ട് ശ്രുതിയുടെ ചെറിയച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയണേ. ചെറിയച്ഛനോ? അതാരാ പോലും ചെറിയച്ഛന് എന്നോർത്തണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതിയും മീരയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ അവരുടെ വിചാരം എന്താ, ചെറിയച്ഛനായിട്ട് അഭിനയിക്കാൻ വന്ന അയാളായിരിക്കും ആ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവനെ കാണിച്ചു കൊടുക്കാം. മീര പറഞ്ഞു, അയാളോട് താൻ പറഞ്ഞാണല്ലോ ഇങ്ങോട്ടൊന്നും വരല്ലെന്ന്, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ശ്രുതി പറഞ്ഞു, ദേ നീ ഒരു ചെറിയച്ഛനെ കൊണ്ടുവന്നോണ്ട് മനുഷ്യൻ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് അയാളെ കാണുന്നത്. അത് അഭിനയിക്കാൻ വന്ന ആളായിരുന്നില്ല, അത് നവീനായിരുന്നു. നവീനെ കണ്ടത് ഒരു നിമിഷം ശ്രുതി മീരയും കൂടെ പരസ്പരം നോക്കണം. നീയോ? നീ ആയിരുന്നോന്ന് ചോദിക്കണം. പിന്നെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഞാനല്ലേ ഇപ്പം ചെറിയച്ഛനായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നേ, ശ്രുതിനെ വിളിച്ചോണ്ടിരിക്കുന്ന ചോദിക്കുക. ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. മീര പറഞ്ഞു, ഇവനാണ് ഇവന്റെ തലമുടക്കി രണ്ടെണ്ണം കൊടുത്തു വിടാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും പറഞ്ഞു, ദേ നീ കൂടുതൽ നിങ്ങൾക്ക് പെടക്കണ്ട, നീ അവിടെ മര്യാദയ്ക്ക് നിൽക്കാൻ പറയാണ്. പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. നിങ്ങളെ ഞാൻ വിളിച്ചല്ലോ, പിന്നെ എന്തിനാന്ന് ചോദിക്കുകയാണ്. വിളിക്കാതെ വരേണ്ട കടമ എനിക്കുണ്ടല്ലോ, മര്യാദ എനിക്കുണ്ടല്ലോ, എനിക്ക് പണം വേണമെന്ന് പറയാം. പണമോ? അപ്പൊ ഇന്നാളല്ലേ പണം വാങ്ങിച്ചോണ്ടെന്നെ? അതാ ദീപാവലി സമയത്തല്ലേ എല്ലാ മാസവും പണം തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതെന്താ എല്ലാ മാസം പണം തരാനായിട്ട്? നിങ്ങൾ എന്താ ഇവരുടെ വല്ല പൈസ കൂടെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോന്ന് മീര ചോദിക്കുക. നീ കൂടുതലൊന്നും പറയണ്ട, ഇത് ഞങ്ങൾ തമ്മിലുള്ള ഡീലിങ്സാ, അത് ഞങ്ങൾ തമ്മിൽ പരിഹരിച്ചോളാം. പറഞ്ഞ കേട്ടല്ലോ. അതെ, ഇപ്പൊ ശ്രുതി എന്ന് പറഞ്ഞ എന്റെ ബാങ്കാ. ഞാൻ വന്ന് ചോദിക്കുമ്പോ എനിക്ക് പണം തരാനായിട്ട്, മനസ്സിലായല്ലോ. അതുകൊണ്ട് എനിക്ക് പണം കിട്ടണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അല്ലേ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക നവീനെ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ബ്യൂട്ടി പാർലർ പോലും എന്റെ സ്വന്തമല്ല, ഞാൻ തന്നെ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക. ഞാൻ വെറും സ്റ്റാഫ് മാത്രമാണ്. വീട്ടിലെ പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് ഞാൻ പെട്ടുപോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നിങ്ങളും കൂടെ വന്ന് ശല്യം ചെയ്ത് എങ്ങനെയാന്ന് ചോദിക്കാം. ദേ നീ ഒറ്റയെഴുത്ത് കാരണം എന്റെ ജീവിതം പോയി, എന്റെ കുടുംബം പോയി, എന്റെ ജോലി പോയി, എല്ലാം പോയത് നീ ഒറ്റയെഴുത്ത് കാരണം. അപ്പൊ നീ എനിക്ക് പൈസ തന്നേ മതിയാവുള്ളൂ പറയണം. ഇത് കേട്ടതും ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി പറഞ്ഞു, ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ, എങ്ങനെയാലും എവിടുന്നേലും ഉണ്ടാക്കി തരാം, ഞാൻ വിളിക്കാന്ന് പറയണം. അതെ, വിളിക്കണം. ഇങ്ങോട്ട് വന്ന എന്താണെന്നറിയോ, നിന്റെ വീട്ടിലേക്ക് വന്ന് നിന്റെ ജീവിതം താർക്കണ്ടല്ലോ എന്ന് കരുതിയാ. പക്ഷേങ്കില് ഇനി നീ പൈസ വന്നില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ കയറി വരും, അത് പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ എന്ന് നിൽക്കും. വേണ്ട, ഞാൻ വിളിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തെ അയാളെ ഒന്ന് പറഞ്ഞു വിടുവാണ്. അയാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശ്രുതിക്ക് ഒരു ശ്വാസം വീണ. നീരജ് ഇനി എന്ത് ചെയ്യാൻ പോവാ എനിക്കറിയത്തില്ല. ഇപ്പൊ അടുത്ത മരാമത്തൂടെ കയറി വന്നിരിക്കുന്നു. ഇവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം, ഇവന്റെ കയ്യും കാലും തല്ലി ഒടിച്ചാലോന്ന് ഓർക്കുക. ഏതെങ്കിലും കൊട്ടേഷൻകാർക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ? വീണ്ടും അവൻ വരത്തില്ലേന്ന് ചോദിക്കുക. അല്ല, ഇനി കൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരാള്, സച്ചി ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. നല്ല ബെസ്റ്റ് കഥ, ഇനി സച്ചിയുടെ അടുത്തേക്ക് എന്നാ മതി. ഇതും പറഞ്ഞുകൊണ്ട് അന്ന് അതോടുകൂടി തീർന്നു, എന്റെ കള്ളക്കഥ എല്ലാം പൊളിയൂന്ന് പറയണം. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി?
എനിക്കറിയത്തില്ല, എന്തേലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ. ഇയാളുടെ ശല്യം ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇയാൾ നാളെയും പിന്നെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇയാൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയാം. മീര പറഞ്ഞു, അത് ശരിയാ, അല്ലെങ്കിൽ നിന്റെ ജീവിതം അതോടുകൂടി തീർന്നു. ഒന്നെങ്കിൽ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയണം, അല്ലെങ്കിൽ ഇയാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇയാൾ ഇനിയും പണം ചോദിച്ചുകൊണ്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിനക്ക് കളിയില്ലാതായിരിക്കും എന്ന് പറയാണ്. ഈ സമയം രേവതി സച്ചിങ്ങൾ പോവാണ്. അപ്പൊ പോകുന്ന വഴി സച്ചി ചോദിച്ചു, എങ്ങോട്ടാ രേവതി നമ്മൾ പോണെന്ന് ചോദിക്കാം. അതൊക്കെയുണ്ട്. അല്ല, ലെഫ്റ്റ് റൈറ്റ് പോന്ന് പറയുന്നല്ലാതെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഈ പോക്ക് പോകണം നമ്മൾ ബാംഗ്ലൂർ ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയണം. നമുക്കൊന്ന് ബാംഗ്ലൂർ ഒന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാന്ന് പറയാം. അതെ, ഇപ്പൊ ബാംഗ്ലൂർക്കൊന്നും അല്ല നമ്മൾ പോകുന്നതെന്ന് രേവതി പറയാം. പിന്നെ എങ്ങോട്ടാ? അതൊക്കെയുണ്ട്, ഞാൻ പറയാന്ന് പറയണ. അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ റൈറ്റിലേക്ക് തിരിയാൻ പറയണ. ഇത് നിന്റെ അമ്മ ജോലി ആ ക്ഷേത്രത്തിലേക്കുള്ള വഴിയില്ലേ നിൽക്കും. അതെ, ഇങ്ങോട്ട് തന്നെ പോകണ്ട. അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകാനാണോ? അത് കഴിഞ്ഞ് അമ്മേനെ കാണാൻ പോകാനാണെന്ന് നിൽക്കും. അതൊക്കെയുണ്ട്, വരാൻ പറയാണ്. അങ്ങനെ അവിടെ ചെന്ന് ക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന് വണ്ടി നിർത്തിയതിനും പൂ കെട്ടിക്കൊണ്ടിരുന്ന ദേവും ഓടി വരുവാണ്. ഇതേ ചേച്ചി വന്നു പറഞ്ഞിട്ട് ഓടി വന്ന് രേവതിനെ കെട്ടിപ്പിടിക്കണം. പെട്ടെന്ന് ലക്ഷ്മി വന്നിട്ട് ഞാൻ വന്നതെന്ന് ചോദിച്ചോണ്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ ഞാൻ അറിഞ്ഞു, മോൾക്ക് വേണ്ടി താലിയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയണം. അത് സച്ചി പറഞ്ഞു, അത് പിന്നെ ഇവള് ഭയങ്കര പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എന്നെ കൊണ്ട് പറ്റുന്ന രീതി വാങ്ങിച്ചു കൊടുത്തെന്ന് പറയണം. പിന്നീട് രേവതി ആ ബോക്സ് തുറന്ന് അതിനകത്ത് നിന്ന് താലി എടുത്ത് കാണിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് ഇതെന്താ ചെറിയതാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സച്ചിയുടെ മുഖം ഒന്ന് മാറി. പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ ഈ താലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെറുതാ വാങ്ങിക്കുന്ന, അല്ലാതെ വലുതല്ലെന്ന് പറയാണ്. സച്ചി പറഞ്ഞു, ഇത് തന്നെ വാങ്ങിക്കാൻ ഞാൻ പെട്ടപാട്, എനിക്ക് അറിയാത്തവളുടെ മോനെ, ഇത്ര പെട്ടെന്ന് ഇത് വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു പറയണം. ഇത് കേട്ടതും ദേവ് പറഞ്ഞു, എവിടുന്നാ സച്ചിയേട്ടാ പൈസ? ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അതെ ഞാൻ ആരുടെ മുതൽ കൊള്ളയടിച്ചൊന്നും അല്ല, അധ്വാനിച്ചുണ്ടാക്കിയതാന്ന് പറയണം. ഇത് കേട്ടതും രേവതി ചിരിക്കുകയാണ്. പിന്നീട് സച്ചിയോട് പറഞ്ഞു, സച്ചിയാണ് ഈ പുതിയ ഡ്രസ്സ് പോയി ഇട്ടോണ്ടിരാൻ പറയണം. ഇതെന്തിനാ? അതൊക്കെയുണ്ട്, ഇട്ടോണ്ടിരോ? ഓ അപ്പൊ നീ ഇന്ന് പുതിയ സാരിയൊക്കെയാണല്ലോ ഉടുത്തെ? അതൊക്കെയുണ്ട്, പോയി വാറ്റിയിട്ട് വരാൻ പറയണം. അങ്ങനെ സച്ചി പോയി പുതിയ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടോണ്ട് വരുവാണ്. അങ്ങനെ ഇട്ടോണ്ട് വന്നപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു, വാ അകത്തേക്ക് വരാൻ പറയണം. അങ്ങനെ സച്ചിയും രേവതി ശരത്തും അവരെല്ലാരും കൂടി അകത്തേക്ക് അങ്ങ് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോ രേവതിനെ കണ്ടത് തിരുമേനി ചോദിച്ചു, എങ്ങനെയുണ്ട് രേവതി മോളെ, സുഖമാണോന്ന് ചോദിക്കണം. സുഖാന്ന് പറയാണ്. അല്ല, കുറെ നാളായാലും മോളെ ഇങ്ങോട്ട് കണ്ടിട്ട്. അത് പിന്നെ ഇപ്പൊ ഞാനവിടെ ഒരു പൂക്കട ഇട്ടിട്ടുണ്ട് വീടിന്റെ അവിടെ, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ അമ്മേനെ ഇടയ്ക്ക് സഹായിക്കാൻ വേണ്ടി വരുമായിരുന്നല്ലോ, ഇപ്പൊ അതിനുള്ള സമയം കിട്ടുന്നില്ല തിരുമേനി എന്ന് പറയണം. നല്ല കാര്യമല്ലേ അത് എന്നൊക്കെ തിരുമേനിയും പറയാണ്. പിന്നീട് ലക്ഷ്മമ്മ വെച്ച്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആണോ, ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. പിന്നീട് രേവതി താലി തിരുമേനിയുടെ കയ്യിലേക്ക് പൂജിക്കാൻ കൊടുക്കുവാണ്. അപ്പോഴാണ് സച്ചി ആ സത്യം മനസ്സിലാകുന്നത്. വീണ്ടും താലി കെട്ടാൻ വേണ്ടിയിട്ടാണ് രേവതി കൊണ്ടുവന്നിരിക്കുന്നത്. താൻ മേടിച്ചു കൊടുത്ത താലി വീണ്ടും അവൾ പൂജി കെട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയം സച്ചി ചോദിച്ചു, ഓഹോ അപ്പൊ ഇതിനായിരുന്നില്ലേ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ച, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായെന്ന് പറയണം. ഈ സമയം ദേവ് പറഞ്ഞു, ഇനി രണ്ടാമതും താലി കെട്ടാൻ പോവാന്ന് പറയണം. ഇത് കേട്ടാ സച്ചി പറഞ്ഞു, അത് നല്ല കാര്യമാണ്. ആദ്യം ഞാൻ ഇവളുടെ കഴുത്ത് താലി കിട്ടിയെങ്കിലും ഞാൻ ഇവളും തമ്മിൽ ഇഷ്ടപ്പെട്ടല്ല കിട്ടിയത്, അത് വെറുതെ ഒരു ചടങ്ങിന് മാത്രം താലി കെട്ടിയത്. അന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടൊന്നും അല്ല, പക്ഷെ ഇന്ന് വേണം നല്ല രീതിയിൽ തന്നെ താലി കെട്ടാനെന്ന് പറയണം. അങ്ങനെ തിരുമേനി താലി പൂജിച്ചുകൊണ്ട് വന്നു. അപ്പത്തേനും രണ്ട് മാലയും കൂടെ കൊണ്ടുവരുവാണ് ലക്ഷ്മിയമ്മ. അങ്ങനെ മാലയും പൂജിച്ച് തിരുമേനി മാല കൊടുത്തു. ആദ്യം രണ്ടുപേരും പരസ്പരം മാല ചാർത്തുവാണ്. അതിന് ശേഷം തിരുമേനി താലി എടുത്ത് കൊടുക്കാൻ പറയണം. അപ്പൊ ലക്ഷ്മിയമ്മയ്ക്ക് ആപ്പെട്ടൊരു ബുദ്ധിമുട്ട്. അത് കണ്ടപ്പോഴത്തേനും സച്ചി പറഞ്ഞു, എന്തിനാ ലക്ഷ്മിയമ്മ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കാം. അല്ല ഞാൻ വിധവയല്ല, ഭർത്താവില്ലാത്ത, അതുകൊണ്ട് എനിക്ക് താലി എടുത്തു തരാൻ പറ്റുമോ? അതും കൊണ്ടൊന്നും കുഴപ്പമില്ല, നല്ല മനസ്സോട് കൂടിയിട്ട് ആര് താലി എടുത്തു തന്നാലും ഒരു കുഴപ്പമില്ലെന്ന് പറയണം ലക്ഷ്മിയമ്മ ധൈര്യമായിട്ട് ആ താലിയും എടുത്തു തരാൻ പറയണം. അത് കേട്ട ഉടനെ ലക്ഷ്മിയമ്മ താലി എടുത്തു കൊടുത്തു. അങ്ങനെ സച്ചി രേവതിയുടെ അടുത്ത് വീണ്ടും താലി അർത്തുവാണ്. പിന്നീട് തിരുമേനി കുങ്കുമം വെച്ച് കൊടുക്കാൻ പറയണം. താലി കിട്ടുന്ന അതേ ചടങ്ങുകളോടുകൂട്ട് എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു, ഇപ്പോഴും എനിക്കൊരു സന്തോഷമായെന്ന് പറയണം. ഒരു പക്ഷെ ആദ്യം താലി കിട്ടി ചടങ്ങ് മോനെ സന്തോഷത്തോടെ അല്ല ചെയ്തേ, ഒരു ചടങ്ങിന് വേണ്ടിട്ടല്ലേ നിൽക്കുക. അതെ അന്ന് അങ്ങനെയൊക്കെ ചെയ്തേ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ എന്ന് പറയണം. ഇപ്പൊ ഭയങ്കര സന്തോഷത്തോട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്തതെന്ന് പറയണം. രേവതിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് മാല കയ്യിലായിരുന്നിട്ടിരുന്നേ. അപ്പൊ രേവതിയോട് ചോദിച്ചു, നീ എന്തിനാ മാല കയ്യിലിട്ടിരിക്കുന്നതെന്ന് ചോദിക്കണം. പിന്നെ ഇതന്നെ ഇവിടെ കളഞ്ഞിട്ട് പോകണമെന്ന് ചോദിക്കാം. അതല്ല, അത് കഴുത്തേൽ ഇട്ടോണ്ട് പോകണമെന്ന് പറയാം. കഴുത്തേലാ? അതെങ്ങനെ കഴുത്തേൽ ഇട്ടോണ്ട് എനിക്ക് നാണോന്ന് പറയണം. എന്തിനാ നാണിക്കുന്നേ? ഞാൻ എന്റെ മാല കഴുത്തേൽ ഇടുവാന്ന് പറഞ്ഞ് സച്ചി മാല കഴുത്തേലേക്ക് ഇട്ടു. രേവതി പിന്നെ രേവതിയുടെ മാല ഇടുവാണ്. ഇങ്ങനെ കയറി ചെല്ലുന്ന കാണുമ്പോ അച്ഛന് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയാം. അത് വേണോ? അത് കുഴപ്പമില്ല, വരാൻ പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ കയറി ചെല്ലുവാണ്.
അച്ചാനം വിളിച്ചോണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ചെന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ഇപ്പുണ്ടായിരുന്നു. ചന്ദ്രമതി നോക്കി, ഇതെന്ത് കോലം, രണ്ടുപേരും വിവാഹവേഷത്തിൽ വന്ന് നിൽക്കുന്നു. അപ്പം അകത്തേക്ക് കയറിയില്ല. അപ്പൊ അവിടെ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് രവീന്ദ്രൻ ചെന്നു. ആഹാ, കൊള്ളാലോ, വീണ്ടും താലിയിട്ട് തടങ്ങ് നടത്തേന്ന് നിൽക്കും. അതെ, ഞാൻ മേടിച്ച താലി വീണ്ടും അവളുടെ കഴുത്തിൽ ചാർത്തിന്നത്. കൊള്ളാം, നന്നായിട്ട് വരട്ടെ എന്ന് പറയാണ്. ഈ സമയം ചന്ദ്രമതി ഇതെന്തൊരു കൂത്ത്, വീണ്ടും താലി കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു, ഇവറ്റകൾക്ക് വേറെ ഒരു പണിയില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ട സച്ചു, അതെ, നേരത്തെ ഒരു താലി കെട്ടാൻ നടത്തിയായിരുന്നു. അത് പക്ഷേ അത്ര സെറ്റ് ആയില്ലായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഞാനിവളെ മനസ്സാ സ്നേഹിച്ചോണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയണം. പിന്നെ സ്നേഹിച്ചോണ്ട് ഒന്നും പറയുന്നില്ല. അപ്പോഴേക്ക് ശ്രുതിയൊക്കെ കൊണ്ട് ഇറങ്ങി വരുവാണ്. ഇതെന്താ വീണ്ടും താലിയിട്ട് നടത്തിയെന്ന് ചോദിക്കാം. ഇതൊക്കെ എന്ത് കൂത്താന്ന് ആർക്കറിയാടാ മോനെ, കണ്ടില്ലേ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഈ സമയം സച്ചോണി അതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് പറയണം. പിന്നീട് വർഷൻ ശ്രീകാന്തും കൂടെ എങ്ങും വരുവാണ്. ആഹാ, കൊള്ളാലോ, കൺഗ്രാജുലേഷൻ ഏട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിക്കും രേവതിക്കും ഒക്കെ കൺഗ്രാസ് പറയാണ്. കാരണം അവർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് സ്നേഹത്തോടു കൂടി ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും. ഈ സമയം സുധി ശ്രീകാന്തിനോട് ചോദിച്ചു, നീ എന്തിനാ അവരെ കൺഗ്രാസ് പറഞ്ഞെന്ന് ചോദിക്കുക. അല്ല, അവർ താലി കെട്ടി വന്നതല്ലേ, പിന്നെ ഇത്ര നാൾ ഒന്നിച്ച് താമസിച്ചിട്ട് വീണ്ടും പോയി താലി കെട്ടി പോയിട്ട് വരുന്നതിൽ എന്താ അർത്ഥം ഇരിക്കണം എന്ന് ചോദിക്കുകയാണ്. ഒന്ന് താലി കെട്ടിയതല്ലേന്ന് ചോദിക്കുക, പിന്നെയും കിട്ടുന്നതിൽ എന്താ അർത്ഥം എന്ന് ചോദിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ഒരു കാര്യം ചെയ്യും, ചന്ദ്രൻ നീ പോയി ആരതി എടുത്തോണ്ട് വാ, ആരതി ഒഴിഞ്ഞ് കയറ്റാന്ന് പറയണം. ഇത് കേട്ടപ്പം ചന്ദ്രൻ എനിക്ക് പറ്റിയല്ല. പിന്നീട് വർഷയോട് പറഞ്ഞു, വർഷ നീ പോയി ആരതി എടുത്തോണ്ട് ഞാൻ പറയണം. വർഷ, അയ്യോ അതാൻറ്റി, എനിക്ക് ആരതി ഒന്നും എടുക്കാൻ അറിയത്തില്ല, അതിനകത്ത് എന്തൊക്കെയാ വേണ്ടതെന്ന് പോലും അറിയത്തില്ല, അതിനകത്ത് ഇനിയിപ്പം ആ ചുമന്ന കളറുള്ള അതിനൊക്കെ എന്താ വേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ദേ രേവതിന്ന് ഇതേ ചന്ദ്രൻ നിന്നോടാ പറഞ്ഞ എടുത്തോണ്ട് ഞാൻ പറഞ്ഞെന്ന് പറയണം. പിന്നീട് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ ആരതിയൊക്കെ എടുത്തോണ്ട് വരുവാണ്. ആരതിയൊക്കെ എടുത്ത് ഒഴിഞ്ഞ് അകത്തേക്ക് കയറാൻ നോക്കുവാണ്. ദേഷ്യമാണ് ചന്ദ്രമതിയുടെ മുഖത്ത് നിറയെ. ചന്ദ്രമതിക്ക് അങ്ങ് സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ആരതി ഒഴിഞ്ഞ് കയറ്റാതിരിക്കാൻ പറ്റില്ല, രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യല്ലേ. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ അവരകത്തേക്ക് കയറുവാണ്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, കൊള്ളാം, വീണ്ടും പോയി കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുന്നു, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കും. അല്ല, അപ്പൊ ഇത്രയും നാളെ നിങ്ങളെല്ലാം ലിവിങ് ടൂതറായിട്ടാണോ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചി രേവതിനെ ഒന്ന് നോക്കി. പെട്ടെന്ന് സച്ചി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞു, അതെ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും, കാരണം നീ കുറെ കാലം ലിവിങ് ടൂതറായിട്ട് താമസിച്ചാണല്ലോ, അതിനുശേഷം അവളെ കിട്ടിയത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എന്റെ ആദ്യ ഭാര്യനെ തന്നെ വീണ്ടും കല്യാണം കഴിച്ചോണ്ട് വന്നേ, വേറൊരുത്തിനെ അല്ലെന്ന് പറയണം. മുഖത്തടി ഏറ്റോലേ പോയി ശ്രുതിക്ക്. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, കിട്ടിയല്ലോ, സമാധാനമായില്ലേ, ചോദിച്ചു മേടിക്കല്ലേ നീ ചെയ്തേന്ന് ചോദിക്കുകയാണ്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ശ്രുതി, മിണ്ടായിരുന്നാ പോരെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ശ്രുതി നീ ഒന്നും മിണ്ടായിരിക്കാൻ പറയാണ്, ഇതിപ്പോ ഒരു നാണക്കേറ് വേറെ ഇല്ല. പിന്നീട് രേവതിയോട് സച്ചു പറഞ്ഞു, അതെ നമ്മള് ആദ്യമായിട്ട് താലിയായിട്ട് വന്നിരിക്കുമല്ലേന്ന് ചോദിക്കും. ആദ്യമായിട്ടോ അല്ല, മനസ്സറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് പൂജാമുറി പോയി പ്രാർത്ഥിക്കണ്ടെന്ന് നിൽക്കും, വിളക്കൊളുത്തി പ്രാർത്ഥിക്കാന്ന് പറയണം. പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നല്ലോ നേരത്തെ, ഇപ്പോഴങ്ങനെയൊന്നും അല്ല അച്ഛാ, ഇപ്പൊ എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറിപ്പോ. ആകെപ്പാടെ തകർന്ന മട്ടില് ബാക്കി എല്ലാരും കൂടെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. എല്ലാവരും മറക്കാതെ കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.